വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കുള്ള ഒരു സൂചന നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധമായ ദീനിന്റെ ലാഹിറും ബാത്തിനും ഉൾക്കൊള്ളാനും അത് അറിയാനും കേൾക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും ഭാഗ്യം ലഭിച്ചവർ അവര് മഹാഭാഗ്യവാന്മാരാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീന് എന്ന് പറയുന്നത് ഇന്ന് തെറ്റായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം അത് ചില ആചാരങ്ങളുടെ കർമ്മപരമായ ചില കാര്യങ്ങളിൽ മാത്രം ഒതുക്കി സമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നു, നിസ്കാരം നിർവഹിക്കുന്നു, റമദാൻ മാസം വരുമ്പോൾ നോമ്പ് അനുഷ്ഠിക്കുന്നു, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് നിർവഹിക്കുന്നു, ഉംറ നിർവഹിക്കുന്നു, അതുപോലെ സക്കാത്ത് കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ്, അതൊക്കെ നമുക്ക് നിർബന്ധമാണ്, ഫറളാണ്. 5 നേരത്തെ നിസ്കാരം നമ്മൾ നിർബന്ധമായും നിസ്കരിക്കണം. റമദാനിലെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടവരാണ്. അതുപോലെ തന്നെ ഹജ്ജിന് പോകാൻ തടിയാലും മുതലായും ഒക്കെ കഴിവുള്ള ആളുകൾക്ക് ഹജ്ജും നിർബന്ധമാണ്, സക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ്. ഞാനത് നിഷേധിക്കല്ല ചെയ്യുന്നത്. പക്ഷേ അത് മാത്രമാണ് ദീന് എന്ന ഒരു ധാരണ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ വ്യാപകമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ഇബാദത്തുകൾ, ഇതൊക്കെ നമ്മുടെ ശരീരവുമായിട്ടാണ് ബന്ധം. ശരീരം കൊണ്ട് നിർവഹിക്കേണ്ട കാര്യങ്ങൾ ഉള്ളതുപോലെ അതിലേറെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഹൃദയത്തിൽ നാം ഉൾക്കൊള്ളേണ്ട പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ, വിഷയങ്ങൾ. അതിന് ഈമാൻ എന്ന് പറയുന്നു. ഹൃദയവുമായി ബന്ധപ്പെട്ട ദീനിന്റെ വിഷയങ്ങൾക്ക് ഈമാൻ എന്ന് പറയുന്നു. എന്നാൽ അതിനപ്പുറം നമ്മുടെ റൂഹുമായിട്ടുള്ള ബന്ധം, പരിശുദ്ധമായ ദീനിന് നമ്മുടെ ആത്മാവുമായി ബന്ധമുണ്ട്, റൂഹുമായി ബന്ധമുണ്ട്. അതിന് ഇഹ്സാൻ എന്ന് പറയുന്നു. അപ്പൊ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഇത് മൂന്നും കൂടുമ്പോഴേ പരിശുദ്ധമായ ദീന് സമ്പൂർണമാകുകയുള്ളൂ. ഒരു സമ്പൂർണമായ ദീനാണ് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കിവിടെ പകർന്നു നൽകിയിട്ടുള്ളത് എന്ന് നാം അടിസ്ഥാനപരമായും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. സമ്പൂർണമായ ദീന് നമ്മുടെ കരങ്ങളിലുണ്ടോ, നമുക്ക് എത്തിയിട്ടുണ്ടോ, ഞാനത് ഉൾക്കൊണ്ടിട്ടുണ്ടോ, ഞാനത് അറിഞ്ഞിട്ടുണ്ടോ? നിസ്കാരം അൽഹംദുലില്ലാഹ്, അത് ചെറുപ്പം മുതലേ നമ്മൾ തുടങ്ങിയതാണ്. നോമ്പ്, അതൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ തുടങ്ങി. അങ്ങനെ കർമ്മപരമായ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ആദ്യം മുതലേ ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഹൃദയം അതാരെക്കുറിച്ചുള്ള ഓർമ്മയിലാണ്? ഹൃദയത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെ, വൈകുന്നേരമായി നേരം വെളുക്കുന്നത് വരെ എൻ്റെ ഹൃദയം ആരുടെ ഓർമ്മയിലാണ്, ആരുടെ ഇബാദത്തിലാണ്, ആരെക്കുറിച്ചുള്ള ചിന്തയിലാണ്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ? ഇത് ആരാന്ന് ഗൗനിക്കുന്നത്? അള്ളാഹുവിന്റെ ആരിഫീങ്ങളുടെ പ്രവർത്തനം ഇവിടെയാണ്. തുരീഖത്തിന്റെ മശായിഖന്മാരായ ആത്മസംസ്കരണത്തിന്റെ വഴി ഇവിടെ പകർന്നു കൊടുത്ത് ആ വഴിയിലൂടെ സമൂഹത്തിന് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹാരഥന്മാരായ ഔസുല്ലാഹു ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് ഹാജ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഉന്നതരായ ആ മഹത്തുക്കളുടെ വഴി ഇവിടെ അനുധാവനം ചെയ്ത് ആ വഴിയുടെ വിഷയങ്ങൾ, ഈ ആത്മസംസ്കരണത്തിന്റെ വിഷയങ്ങൾ പകരുകയും സ്വന്തത്തിൽ അത് ഏറ്റെടുക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്ത് ആ വഴിയിലൂടെ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയ സരണിയുടെ ആചാര്യന്മാരായ ആളുകൾക്കല്ലാതെ ഇത് നമ്മൾ കാണുന്നില്ല. നിസ്കാരം നിർവഹിക്കുന്നുണ്ടാവും. ആ നിസ്കാരത്തിൽ എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരുന്നത്? നമ്മുടെ കച്ചവടത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും വീട് പണിയെക്കുറിച്ചും നമ്മളുമായി ബന്ധപ്പെട്ട ഭൗതികമായ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ട് ആ ഒരു ഒഫലത്ത് കൊണ്ട് നിറക്കപ്പെട്ട ഒരു ഹൃദയവുമായിട്ടല്ലേ പലപ്പോഴും നമ്മൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? എന്നാൽ ഇതിന് പരിഹാരമില്ലേ? ഇതിനൊരു പരിഹാരം പരിശുദ്ധമായ ദീനിലില്ലേ? തീർച്ചയായിട്ടുമുണ്ട്. സമ്പൂർണമായ ഒരു ദീനാണ് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പകർന്നത്. അതിന് ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരം നിർദ്ദേശിക്കുന്നവരാണ് ആത്മസംസ്കരണത്തിന്റെ വഴിയിൽ നമ്മൾ മുന്നേറുന്ന, ആത്മസംസ്കരണത്തിന്റെ വഴിയിലൂടെ നമ്മെ വഴി നടത്തുന്ന
ആത്മീയ ആചാര്യന്മാർ, ത്വരീഖത്തിന്റെ മശായിഖന്മാർ. ഇത് നമുക്ക് അറിയൽ നിർബന്ധമായ അറിവാണ്. ഇത് നമ്മൾ ചെറുപ്പം മുതൽ മദ്രസയിൽ നിന്ന് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അമലിയാത്ത്, കർമ്മപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതിന് അമലിയാത്ത്, ഫിഖ്ഹ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ ശരിപ്പെടുത്തുന്ന അഖീദ, അതും നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അഖ്ലാഖ്, സ്വഭാവ സംസ്കരണ ശാസ്ത്രം, നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കുന്ന ആത്മസംസ്കരണം, ഇതൊക്കെ നമ്മൾ ഒരു അടിസ്ഥാന വിഷയമായി ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചുവെങ്കിലും നമുക്ക് ഒരു പ്രായപൂർത്തിയും സ്വയം കാര്യങ്ങൾ സ്വയം നിർവഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വളർന്നപ്പോ ഈ കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്നും അസ്തമിച്ചു പോയി. പിന്നെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളോ അതിന് ചർച്ചകളോ നമുക്കില്ല. പിന്നെ ആ ഒരു കർമ്മപരമായ കാര്യങ്ങളിൽ മാത്രം നാം ഒതുങ്ങി. അതുമാത്രമാണ് ദീൻ എന്ന് മനസ്സിലാക്കി 5 നേരത്തെ നിസ്കാരം നിർവഹിച്ചു, നോമ്പും നോറ്റ് നമ്മൾ അങ്ങനെ പോവാണ്. നമ്മുടെ ഹൃദയം എന്തിനാണ് അള്ളാഹു നമുക്ക് നൽകിയത് നമുക്കറിയില്ല. ആത്മാവിന്റെ ജോലി എന്താണ്? എൻ്റെ ഈ ആത്മാവ് കൊണ്ട് എനിക്ക് എന്താണ് നിർവഹിക്കാനുള്ളത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ തൃപ്തി ഞാൻ കരസ്ഥമാക്കേണ്ടത്? ഇതുകൊണ്ട് എന്താണ് ദീനിന് ബന്ധമുള്ളത്? ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഇതൊന്നും നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ ഒരു ഉന്നതമായ ആനന്ദദായകമായ വിഷയത്തിലൂടെയാണ് മഹാരഥന്മാരായ സൂഫിയാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ നമ്മെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം സുഹൃത്തുക്കൾ ഈ വിഷയം അന്വേഷിക്കുകയും ഈ വിഷയത്തിലേക്ക് കടന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷകരമായ വർത്തമാനകാല സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു രസം കിട്ടുന്നില്ല, ഒരു സമാധാനം കിട്ടണില്ല, ഒരു സന്തോഷം കിട്ടണില്ല. ദീന് കൊണ്ട് ഒരു ആനന്ദവും ഒരു റാഹത്തും ലഭിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് അതിന്റെ അന്വേഷണത്തിലൂടെ അവർ സഞ്ചരിച്ച് അവർക്ക് ബോധ്യപ്പെടുകയാണ്, ദീന് സമ്പൂർണമായി എനിക്ക് എത്തിയിട്ടില്ല, ഞാൻ ഉൾക്കൊണ്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് ആരെത്തുന്നുവോ അവര് ഉന്നതമായ ഈ വഴി അന്വേഷിക്കുകയും ഈ വഴിയിലേക്ക് കടന്നു വരികയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം ചില സുഹൃത്തുക്കളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, നമ്മുടെ പൊന്നാനി ജുമുഅത്ത് പള്ളിയുടെ ചാരത്ത് അന്തി ഉറങ്ങുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒന്നാമൻ, അവരുടെ ഹിദായത്തുൽ അദിക്കിയ എന്ന് പറയുന്ന ഈ ഉന്നതമായ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വതഅല്ലമൻ ഇൽമൻ യുസഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബിസ്ഖുലാ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, നീ 3 വിധം അറിവുകൾ മനസ്സിലാക്കൽ നിർബന്ധമാണ്. 3 വിധം അറിവുകൾ ഏതൊക്കെയാണത്? യുസഹിഹ് ത്വാഅതൻ, നിന്റെ ഇബാദത്തുകൾ ശരിപ്പെടുത്തുന്ന അറിവുകൾ. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇങ്ങനെ നമുക്ക് നിർബന്ധമായ ആ ഇബാദത്തുകൾ ശരിപ്പെടുത്താനുള്ള അറിവുകൾ, അത് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. അൽഹംദുലില്ലാഹ്, ചെറുപ്പം മുതലേ നമ്മളത് കേൾക്കുന്നുണ്ട്, ചെറുപ്പം മുതലേ നമ്മളത് പഠിക്കുന്നുണ്ട്. നമുക്കത് ധാരാളം കേൾക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഖീദ, വിശ്വാസപരമായ കാര്യങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ച്, അവന്റെ മലക്കുകളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ മുർസലീങ്ങളെ സംബന്ധിച്ച്, കിതാബുകളെ സംബന്ധിച്ച് തുടങ്ങി നിർബന്ധമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വിശ്വസിക്കേണ്ട ചില അടിസ്ഥാന വിഷയങ്ങളുണ്ട്, അഖീദകളുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് നമുക്ക് ഒരുപാട് പിറകോട്ട് സമൂഹം സഞ്ചരിച്ചിട്ടുണ്ട്. വിദ്അത്തുകൾ ധാരാളം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, പുത്തനാശയങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലുകളിൽ പോലും, സുന്നത്ത് ജമാഅത്തിന്റെ ആധിപത്യമുള്ള മഹല്ലുകളിൽ പോലും ബിദ്അത്തിന്റെ കക്ഷികൾ, പുത്തനാശയക്കാർ എന്തുകൊണ്ടാണ് വർദ്ധിച്ചു വരുന്നത്? സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കാത്തത് കൊണ്ട്, പകർന്നു കൊടുക്കാത്തത് കൊണ്ട്. യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഇത്തരം ബിദ്അത്തിന്റെ വിശ്വാസങ്ങളൊന്നും നമ്മുടെ ബാധിക്കുകയില്ല. നമ്മുടെ വിശ്വാസങ്ങൾ പരിശുദ്ധമായി തീരും. അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിൽ നമ്മളത് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഒരാൾക്കും നമ്മുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താനോ തെറ്റിക്കാനോ ഒരിക്കലും സാധ്യമല്ല. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്, അഖീദ, വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് നീ നന്നായി മനസ്സിലാക്കണം. അതുപോലെ ഹൃദയത്തെ സംസ്കരിക്കുന്ന ആത്മസംസ്കരണത്തിന്റെ അറിവുകളും നീ മനസ്സിലാക്കൽ നിർബന്ധമാണ് എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി.
അങ്ങനെ ധാരാളം മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, പരിശുദ്ധമായ ദീന് കേവലം ഒരു ശരീരത്തോട് ബന്ധപ്പെടുന്നത് മാത്രമല്ല, അതിനപ്പുറം നമ്മുടെ ഹൃദയത്തിനുമായി ദീനിന് ബന്ധമുണ്ട്, നമ്മുടെ ആത്മാവിന് ദീനുമായി ബന്ധമുണ്ട്. ഹദീസ് ജിബിരിയിലൊക്കെ ഇത് നമുക്ക് തെളിവാണ്. ഞാൻ ആ വിഷയം കൂടുതലായി ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ പരിശുദ്ധമായ ദീനിന്റെ ലാഹിറും ബാത്തിനും നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. ദീന് യഥാർത്ഥത്തിൽ ഒരു ആനന്ദദായകമായ വിഷയങ്ങളാണ്. നമുക്ക് സന്തോഷം പകരുന്ന, ആനന്ദം പകരുന്ന, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവുമായിട്ടുള്ള ഒരു മഹബത്തും സ്നേഹവും ബന്ധവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ദീനിന്റെ ഉന്നതമായ വിഷയങ്ങളാണ് മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത്, അള്ളാഹുവിന്റെ അവലിയാക്കളിലൂടെ ലഭിക്കാനുള്ളത്. അതാണ് അവർ നമുക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ നിസ്കാരം നോമ്പും അങ്ങനെ നിർവഹിച്ചു പോകാം, നമ്മൾ ഒരു ശരീഅത്ത് പാലിച്ച് ജീവിക്കുന്നവരാണ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ശരീഅത്ത് പോലും നമുക്ക് സമ്പൂർണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. ത്വരീഖത്തില്ലെങ്കിൽ ശരീഅത്ത് സമ്പൂർണമല്ല. ത്വരീഖത്തിലൂടെയാണ് സമ്പൂർണമായ ശരീഅത്തിനെ നമുക്ക് എത്തിക്കാനും ഉൾക്കൊള്ളാനും സാധ്യമാവുകയുള്ളൂ. ഹൃദയ സാന്നിധ്യം എന്ന് പറയുന്നത് നിസ്കാരത്തിൽ നിർബന്ധമായ ഒരു കാര്യമല്ലേ? മനസാന്നിധ്യം, അതും നിസ്കാരത്തിൽ നമുക്ക് നിർബന്ധമാണെങ്കിൽ ആ മനസാന്നിധ്യം ഉണ്ടാക്കാൻ നിർബന്ധമായ കാര്യങ്ങൾ എന്തോ അതും നമുക്ക് നിർബന്ധമാണ്. ഇന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് അനിവാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. നമുക്ക് ഫറദായ നിസ്കാരം പോലെ നമുക്ക് നിർബന്ധമാണ്. ഈ പരിശുദ്ധമായ ദീനിന്റെ ഇത്തരം ഉന്നതമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുക, നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക, ഈ തായ്യുനുകളെയൊക്കെ സംസ്കരിക്കുക, ശുദ്ധിയാക്കുക. വൃത്തികേടുകൾ ധാരാളം നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്നുണ്ട്. മാരകമായ രോഗങ്ങളുണ്ട്. കിബറ്, ഉജുബ്, ദുനിയാവിനോടുള്ള മഹബത്ത്, റിയാ തുടങ്ങി ധാരാളം ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മുടെ ഹൃദയത്തെ രക്ഷപ്പെടുത്തൽ ഓരോരുത്തർക്കും നിർബന്ധമാണ്. യൗമലായം ഫൗമാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഉപകാരപ്പെടുന്നത് സലീമായ ഹൃദയമായി നേടിയോ അവര് മാത്രമാണ് അവിടെ രക്ഷപ്പെടുന്നവർ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. സലീമായ ഹൃദയം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടേണ്ട ഹൃദയം, രക്ഷപ്പെടുത്തണ ഹൃദയത്തെ. എന്തിൽ നിന്ന്? മാരകമായ രോഗങ്ങൾ, ഹൃദയത്തെ ബാധിക്കുന്ന കിബറ്, ഉജുബ്, ദുനിയാവിനോടുള്ള മഹബത്ത് തുടങ്ങിയ ഹൃദയ രോഗങ്ങൾ, ധാരാളം രോഗങ്ങളുണ്ട്. ഓരോരുത്തരും നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. ആ രോഗങ്ങളിൽ നിന്നൊക്കെ ഹൃദയത്തെ ആര് രക്ഷപ്പെടുത്തിയോ സലീമാക്കിയോ അവര് മാത്രമാണ് അവിടെ ഉപകരിക്കുന്നവർ. അത് മാത്രമാണ് അവർക്ക് നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്നവർ. ബാക്കിയൊക്കെ സമ്പാദിച്ചതൊക്കെ നഷ്ടപ്പെട്ടു പോകും. മാലും ബനൂനും ഒന്നും അവിടെ ഉപകാരപ്പെടുകയില്ല സലീമായ ഹൃദയം നേടിയോ. ഇത് നമുക്ക് ഫർദ് ഐനായ വിഷയമാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതിനാണ് ത്വരീഖത്ത്, അതിനാണ് മശായിഖന്മാര്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ, കഴിഞ്ഞുപോയ മഹത്തുക്കൾ മുഴുവനും ഈ വഴി അനുധാവനം ചെയ്തവരാണ്, ഈ വഴി സ്വീകരിച്ചവരാണ്. അവര് ദീന് സമ്പൂർണമായി ഉൾക്കൊണ്ടവരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ബന്ധത്തിലൂടെ, ആരിഫീങ്ങളുടെ ബന്ധത്തിലൂടെ ഈ വഴി ഉൾക്കൊണ്ടവരാണ്. അതാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ്, ഹൈദരാബാദിൽ അന്തി ഉറങ്ങുന്ന, ഹൈദരാബാദ് ഷരീഫിൽ അന്തി ഉറങ്ങുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് മുഹീദ്ദീൻ നൂരി ഷാ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ ഈ കേരളത്തിലേക്ക് 1951 കാലം മുതൽക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഗ്രേസരന്മാരായ പണ്ഡിത മഹത്തുക്കൾ ഇവിടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈ കേരളത്തിൽ ഉടനീളം ഈ ഉന്നതമായ വിഷയങ്ങളാണ് തന്റെ ഉപ്പാപ്പയായ മുഹീദ്ദീൻ ശൈഖ് തങ്ങളവറുകളുടെ ആ ഉന്നതമായ ഖാദിരി സരണിയും, അതുപോലെ അജ്മീറിൽ അന്തി ഉറങ്ങുന്ന ഹാജാ റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ ആ ചിഷ്തി സരണിയുമായിട്ടുള്ള ബന്ധം ലഭിച്ച നൂറുൽ മശായിഖ് ആ ഉന്നതമായ സരണിയാണ് ഇവിടെ വിഭാവനം ചെയ്തത്, ഇവിടെ പകർന്നു കൊടുത്തത്. മനുഷ്യന്മാരെ ഹൃദയം അത് വേണ്ടാവൃത്തികളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്ന് ഹൃദയത്തെ സംസ്കരിച്ച് ആ ഹൃദയത്തിൽ പരിശുദ്ധമായ ദീനിന്റെ, സമ്പൂർണമായ ദീനിന്റെ ഉന്നതമായ മൂല്യങ്ങൾ ആ ഹൃദയത്തിലേക്ക് ഉണ്ടാക്കി കൊടുത്ത് സദാസമയത്തും അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിലും അള്ളാഹുവിന്റെ ദിക്റിലും അള്ളാഹുവുമായിട്ടുള്ള മഹബത്തിലും ജനങ്ങളെ ആക്കുക എന്നുള്ള പ്രവർത്തനം മാത്രമാണ് ഇന്നും ആ നൂറുൽ മശായിഖിന്റെ പിൻഗാമികളായ ആത്മീയ സരണിയായ നൂറുഷാ ത്വരീഖത്തിന്റെ അനുയായികൾ ഇന്നും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ വിട്ടുന്ന് വീക്ഷിച്ചാലോ വേറെ ആരോട് ചോദിച്ചാലോ നമുക്ക് ഇതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുമായിട്ടുള്ള ബന്ധത്തിൽ
അവരുടെ തഅലീമാത്തുകൾ നമ്മളൊന്ന് പങ്കെടുത്ത് നോക്കുക. ആഴ്ചകളിൽ തോറും കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നടന്നു വരുന്ന അവരുടെ തഅലീമുകളുണ്ട്, ക്ലാസ്സുകളുണ്ട്. അതിൽ നമ്മളൊന്ന് പങ്കെടുത്ത് നോക്കിയാൽ യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പരിശുദ്ധമായ ദീനിന്റെ ആ സമ്പൂർണത നമുക്ക് ആസ്വദിക്കാൻ കഴിയും, എത്തിക്കാൻ കഴിയും. നമ്മുടെ ഹൃദയത്തെ മലിനമായ രോഗങ്ങളിൽ നിന്ന് ഹൃദയത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. തീർച്ചയായിട്ടും കഴിയും. ധാരാളം അനുഭവസ്ഥരുണ്ട്, ധാരാളം ആളുകൾക്ക് അനുഭവമാണ്. തീർച്ചയായിട്ടും കഴിയും. നമ്മുടെ ഹൃദയം സദാസമയത്തും അള്ളാഹു അല്ലാ അള്ളാഹു അല്ലാ എന്നുള്ള ബോധത്തിലും ദിക്റിലുമാക്കി മാറ്റിത്തരാൻ കഴിവുള്ള ഉന്നതമായ ഒരു ആത്മീയ സരണിയാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നമുക്ക് പകർന്നു നൽകിയത്. കൂടുതലായി സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തൗഫീഖിന് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൽബിനെ അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹുമായിട്ടുള്ള ബന്ധം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ നന്നാക്കി അള്ളാഹുമായിട്ടുള്ള ആ ഉന്നതമായ മഹബത്തിലും ആനന്ദത്തിലും പരിശുദ്ധമായ ദീനിന്റെ ളാഹിറും ബാത്തിലും സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിജായി നബിയ്യിക മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.